ഫുഡ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണണം. നിങ്ങൾ ഒരു പാക്കേജിംഗ് ഇൻഡസ്ട്രിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളാണെങ്കിൽ കാണണം. നിങ്ങൾക്ക് എന്തെങ്കിലും റീപാക്കിംഗ് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ, അതായത് മല്ലിപ്പൊടി, മുളക് പൊടി, ഗ്രെയിൻസ്, പഞ്ചസാര, ഉപ്പ്, എന്തുമായിക്കോട്ടെ അങ്ങനെയുള്ള ബിസിനസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കാണണം. നിങ്ങൾ മിനറൽ വാട്ടർ പോലെയുള്ള ലിക്വിഡ് ഐറ്റംസ് സപ്ലൈ ചെയ്യുന്ന, ഇല്ലെങ്കിൽ നിങ്ങൾ മാനുഫാക്ചർ ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ ഈ വീഡിയോ കൃത്യമായിട്ട് നിങ്ങൾ മുഴുവൻ കണ്ടിരിക്കണം. ഞാൻ ഇവിടെ എടുത്തു പറഞ്ഞത് ഫുഡ്, ബിവറേജ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമാണ്. എങ്കിൽ പോലും ഏതാണ്ടൊക്കെ എല്ലാ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഡക്ട്സ് ചെയ്യുന്ന വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോ കാണുന്നത് നിങ്ങൾക്ക് നല്ലത് തന്നെയായിരിക്കും. കാരണം നിങ്ങൾക്കറിയാം, നമ്മൾ ഓൾറെഡി പാക്ക് ചെയ്യുന്ന ഫുഡുകൾ, ഇനി അത് പൊടികളായിക്കോട്ടെ എന്തെങ്കിലും ആട്ടെ, ഞാൻ ഒരു ഉദാഹരണത്തിന് പറയുകയാണ്. മുളക് പൊടി നമ്മൾ 100 ഗ്രാമിന്റെ പാക്കറ്റ് ഉണ്ട്, 50 ഗ്രാമിന്റെ പാക്കറ്റ് ഉണ്ട്, 250 ഗ്രാമിന്റെ ഉണ്ട്, 500ന്റെ ഉണ്ട്, 1 കിലോയുടെ ഉണ്ട്. ഇങ്ങനെയൊക്കെ മുളക് പൊടി പാക്കറ്റുകൾ ഉണ്ട്. ഈ പാക്കറ്റുകൾ പാക്ക് ചെയ്യാൻ നമുക്ക് ഓൾറെഡി മെഷീനറീസ് ഉണ്ട്. അതിൽ നമ്മൾ പാക്ക് ചെയ്തെടുക്കുന്നു. അതിനുശേഷം ഇത് മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളത് വളരെ വിഷമം പിടിച്ച ഒരു കാര്യമാണ്. കാരണം മറ്റൊന്നും, നമുക്ക് അതിന് വേണ്ടുന്ന വെഹിക്കിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരിക്കാം. പക്ഷെ വെഹിക്കിൾസിൽ കൊള്ളുന്ന ക്വാണ്ടിറ്റി അതൊരു വലിയ പ്രശ്നമാണ്. അതായത് നമുക്ക് അതിന്റെ ഫുൾ ബോഡി ഏരിയയിൽ കൊള്ളിക്കാൻ പറ്റുന്ന പ്രോഡക്റ്റിന്റെ ക്വാണ്ടിറ്റിയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അത്തരത്തിലുള്ള ഒരു കാര്യമാണ് ഞാൻ ഇവിടെ പറയുന്നത്. അപ്പോൾ അതിന്റെ ക്വാണ്ടിറ്റി കൂട്ടണമെങ്കിൽ അതിനു വേണ്ടി ഒരു മെഷീൻ വരുന്നുണ്ട്. അത് കൂടാതെ തന്നെ നിങ്ങളുടെ പ്രോഡക്റ്റ് സേഫ് ആയിട്ടിരിക്കാൻ, നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ സ്ട്രെങ്ത് ഒരിക്കലും കുറഞ്ഞു പോകാതിരിക്കാൻ, നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു പ്രൊഫഷണൽ ലുക്ക് ലഭിക്കാൻ, നിങ്ങളുടെ പ്രോഡക്റ്റിന് ഒരു പെർഫെക്ഷൻ ലഭിക്കാൻ, നിങ്ങളുടെ പ്രോഡക്റ്റ് ഈസി ആയിട്ട് ക്യാരി ചെയ്യാൻ, അത് കൂടാതെ നിങ്ങളുടെ കമ്പനിയെ കുറിച്ച് ഒരു നല്ല റാപ്പോ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു മെഷീനറിയെ കുറിച്ചാണ് ഇവിടെ പറഞ്ഞത്. തീർച്ചയായിട്ടും നിങ്ങൾ ഇത് മുഴുവനായിട്ട് കാണുക. നിങ്ങളുടെ ബജറ്റിൽ ഉൾക്കൊള്ളുന്നതാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണകരം ആയി. വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് ഒരു റിക്വസ്റ്റ് ഉണ്ട്. നമ്മളുടെ വീഡിയോകൾക്ക് ലൈക്ക് വളരെ കുറവാണ്. കാരണം വളരെ കഷ്ടപ്പെട്ട് വളരെ കാര്യങ്ങൾ കണ്ടുപിടിച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു വീഡിയോ ആയിട്ട് ഞങ്ങൾ പ്രസന്റ് ചെയ്യുന്നത്. അതിൽ അല്പം കഷ്ടപ്പാട് തന്നെയുണ്ട്. അങ്ങനെയുള്ള കഷ്ടപ്പാടുകൾ നിങ്ങൾ കാണാതെ പോകരുത്. തീർച്ചയായിട്ടും വീഡിയോ കണ്ട് ഒരു ലൈക്ക് ചെയ്യുക എന്നുള്ളത് നിങ്ങൾക്കും ചെയ്യാവുന്ന കാര്യമാണ്. അതിന് മടി വിചാരിക്കാതിരിക്കുക. നമസ്കാരം, സ്മോൾ ബിസിനസ് ഐഡിയസിലേക്ക് എവർക്കും സ്വാഗതം. എന്നിവിടെ പറയാൻ പോകുന്നത് മറ്റൊന്നുമല്ല, ബോക്സ് റാപ്പ് ഷ്രിങ്കിങ് മെഷീൻ ആണ്. പെട്ടെന്ന് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമുക്ക് മിനറൽ വാട്ടറിന്റെ ബോട്ടിലുകൾ വരാറുണ്ട്. അത് വന്നിരിക്കുന്ന ആ പാക്കിംഗ് ഒന്ന് നിങ്ങൾ ശ്രദ്ധിക്കണം. വളരെ അടിപൊളി പാക്കിംഗ് ആണ് വരുന്നത്. അപ്പോൾ അതിന് കൊടുത്തിരിക്കുന്ന ഒരു പാക്കിംഗ് ഉണ്ട്. ആ ഔട്ടർ പാക്കിങ്ങിന്റെ പേരാണ് റാപ്പ് ഷ്രിങ്കിങ് എന്നുള്ളത്. അങ്ങനെയാണ് അത് ചെയ്യുന്നത്. അതിന് വരുന്ന ഒരു മെഷീനെ കുറിച്ച് തന്നെയാണ് ഇന്നിവിടെ പറയുന്നത്. പറയുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ അതൊന്ന് കണ്ടു നോക്കുന്നതായിരിക്കും നല്ലത്. മെഷീൻ എന്താണെന്ന് മനസ്സിലായി, ഉപയോഗം എന്താണെന്ന് മനസ്സിലായി. ഇനി അതിന്റെ വില ഭാഗത്തേക്കൊന്ന് പോകാം. ഈ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള ബോക്സ് ഷ്രിങ്കിങ് മെഷീൻ ഇല്ലെങ്കിൽ റാപ്പിംഗ് മെഷീൻ ഒരുപാട് അവൈലബിൾ ആണ്. ഇവിടെ 3.2 ലക്ഷം, 2.49 ലക്ഷം, 1.75 ലക്ഷം, 1.7 ലക്ഷം, 32,000 രൂപയ്ക്ക് വരെ അവൈലബിൾ ആണ്. ഏറ്റവും ചെറിയ പ്രോഡക്റ്റ് 3,20,000, 60,000 രൂപയുടെ ബോക്സ് ഷ്രിങ്കിങ് മെഷീൻ ഉണ്ട്. റാപ്പിംഗ് മെഷീന് 2,60,000, 95,000 രൂപ. ഇവിടെ 3,25,000, 7,75,000, 60,000 രൂപ. ഇത്തരത്തിൽ ഒരുപാട് മെഷീൻസ് ഇവിടെ ലഭ്യമാണ്. നിങ്ങൾക്ക് എല്ലാ മെഷീനും കയറി പരിശോധിക്കാവുന്നതാണ്. നിങ്ങളുടെ ബജറ്റ് അനുസരിച്ച്, ഇല്ലെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്ഷൻ കപ്പാസിറ്റി അനുസരിച്ച്, നിങ്ങളുടെ ആവശ്യമനുസരിച്ച് ഉള്ള മെഷീനറിക്കാരുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് നീങ്ങാവുന്നതാണ്. ഇവിടെ നമ്മൾ കോമൺ ആയിട്ടുള്ള ഒരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ 48,499 രൂപ, അതായത് 50,000 താഴെയുള്ള മെഷീൻ അവൈലബിൾ ആണ്. 53,000 രൂപയുടെ മെഷീൻ അവൈലബിൾ ആണ്. 2,60,000, 75,000, 3,50,000 ഒട്ടേറെ മെഷീൻസ് ഇത്തരത്തിലുള്ള ഇവിടെ അവൈലബിൾ ആണ്. ഇതിന്റെ വീഡിയോ നമ്മൾ ഓൾറെഡി കണ്ടു കഴിഞ്ഞു.
ഇതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി നോക്കാവുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു മെഷീൻ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രോഡക്റ്റിന്റെ റെപ്യൂട്ടേഷൻ കൂടും, ലുക്ക് കൂടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്കറ്റിൽ നിങ്ങൾക്ക് കിട്ടുന്ന ആ ഒരു വില അത് കൂടുക തന്നെ ചെയ്യും. കാരണം നമ്മളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ മാത്രം ഇത്തരത്തിലുള്ള മെഷീനിലേക്ക് പോവുക. അതിനു മുമ്പ് നമ്മൾ ജസ്റ്റ് ഒരു സ്റ്റാർട്ടപ്പ് ആണ്, നമുക്ക് അതിനുള്ള ബജറ്റ് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കൈകൊണ്ട് ചെയ്യാവുന്ന കാര്യമാണ്. കൈകൊണ്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ പെർഫെക്ഷൻ കിട്ടില്ല. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സമയം കൂടുതൽ എടുക്കും. നമ്മളുടെ ലേബർ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്, നമ്മളുടെ മാൻ പവർ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ പാക്കേജിംഗ് ഇൻഡസ്ട്രിയിലുള്ള പാക്കേജിംഗ് മെഷീനുകളെ കുറിച്ച് ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. ആരെങ്കിലും കണ്ടിട്ടില്ലാത്തവർ ഉണ്ടെങ്കിൽ അവിടെ നമുക്ക് 500 രൂപയുടെ പാക്കിംഗ് മെഷീൻ തൊട്ട് മുകളിലോട്ട് ലക്ഷങ്ങൾ വില വീഴുന്ന പാക്കിംഗ് മെഷീനെ കുറിച്ച് വരെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ വീഡിയോ ലഭിക്കുവാൻ നമ്മളുടെ ചാനലിൽ കയറി നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. അവിടെ പാക്കേജിംഗ് എന്ന് മാത്രം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള എല്ലാ വീഡിയോകളും നിങ്ങളുടെ മുന്നിലെത്തുന്നതാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണും എന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങൾ ഞങ്ങളുടെ വീഡിയോകളിൽ ആദ്യമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന കൂട്ടത്തിൽ തന്നെ ബെൽ ബട്ടൺ അമർത്തി ഓൾ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വീഡിയോകളാണ് നമ്മൾ ഇടുന്നത്. ചെറുകിട ബിസിനസ്സുകളെ സംബന്ധിച്ച വീഡിയോകൾ തന്നെയാണ് നമ്മൾ ഇടുന്നത്. അത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് അതാത് സമയങ്ങളിൽ ലഭിക്കുന്നതാണ്. നന്ദി, നമസ്കാരം.